ട്രിവാൻഡ്രം PMG ഹോസ്പിറ്റലിലെ ഒരു കാഴ്ചയാണ് ഇത്. ഈ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തോന്നും ആരോ വരാമെന്ന് പറഞ്ഞു എന്ന്. ആരും വരാമെന്ന് പറഞ്ഞില്ല. ഡോക്ടറെ കാത്തിരിക്കുന്ന ഇരിപ്പാണ്. ഒരു കീറിമുറി സർജറിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സർജറി വേണ്ടി വന്നു. സിസേറിയൻ കഴിഞ്ഞത് ഇൻഫെക്ഷനായി ഓപ്പൺ ചെയ്ത് റീസർജറി ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ്. അങ്ങനെ ഒരുവിധം ടെസ്റ്റ് ഡോസ് അനസ്തേഷ്യ ചെയ്യാനായിട്ട് സ്ട്രക്ചറിലോട്ട് കയറി. അവിടെയും മുതലാളിയും തൊഴിലാളിയും നല്ല ആസ്വാദനത്തിൻ്റെ പാതയിലോട്ടാണ്. ചുറ്റും നല്ല മുഴുത്ത വിളികളുണ്ട്. അതൊന്നും രണ്ടുപേരും ശ്രദ്ധിക്കണില്ല. അവർ ആസ്വാദനത്തിനാണ്. അങ്ങനെ ഒടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലോട്ടും പിങ്കി സ്റ്റെപ്പ് കയറുന്നതൊക്കെ കണ്ടാൽ തോന്നും പിക്നിക്ക് പോവുകയാണെന്ന്. യാതൊരു സങ്കടവുമില്ല, ഒന്നുമില്ല. ഒരു വട്ടം കയറിയ വഴിയാണ്, അവൾക്കൊരു കുഴപ്പമില്ല. കയറി ചെന്നാലും അവിടെ അവൾക്ക് രാജകീയ പദവിയാണെന്നറിയാം. അങ്ങനെ മുകളിലെത്തി. ഡോക്ടറെ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്ന ഇരിപ്പാണ്. അവിടെയും ആസ്വാദനം തന്നെയാണ് മുതലാളിയും തൊഴിലാളി. ഒരു കുഴപ്പവുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കീറി മുറിക്കുക, കഴിയുക, വീട്ടിൽ പോവുക. ഇത്രയേ ഉള്ളൂ പിങ്കിക്ക്. അങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം ഡോക്ടർ വന്ന് അനസ്തേഷ്യ റൂമിലോട്ടൊന്ന് കയറി. ഓപ്പറേഷൻ തിയേറ്ററാണ്. അതിനകത്ത് കയറിയതിന് ശേഷം പക്ഷേ പിങ്കിയുടെ വ്യൂ നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ അവൾ നല്ല ചിരിച്ച് കളിച്ച് നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ആ മയക്കം കണ്ണിൽ തട്ടിയപ്പോൾ അത് നമ്മളെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അങ്ങ് മയങ്ങി വീണുപോയി കൊച്ച്. പിന്നെ ഉള്ള കാഴ്ച വളരെ ദയനീയമായിരുന്നു. എല്ലാം കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു. ഡോക്ടറിൻ്റെ സഹകരണം വല്ലാത്തൊരു സഹകരണമാണ്. എസ്പെഷ്യലി പിങ്കിക്ക് ഡോക്ടറെ 5-6 വർഷമായിട്ട് അറിയാം. അപ്പോൾ ഭയങ്കര സ്നേഹമാണ് പിങ്കിയുമായിട്ട്. സർജറി കഴിഞ്ഞു. വീട്ടിലെത്തി. വീട്ടിൽ കൊണ്ടുവന്ന കാഴ്ചയാണിത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാനൊന്ന് എങ്ങനെയുണ്ട് അവളൊന്ന് കാണാനായിട്ട് റൂമിലോട്ട് ചെന്നു. അവളുടെ റൂം അവളുടെ കൂടാണ്. ആ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ഒരു സർജറി കഴിഞ്ഞതിൻ്റെ ഒരഹങ്കാരം അവളുടെ ആ മുഖത്ത് ഞാൻ കണ്ടില്ല.